പദങ്ങളുടെ ഇടയ്ക്ക് വരുന്ന അക്ഷരങ്ങൾക്ക് ഉച്ചാരണമില്ല. അതാണ് വീണ്ടും ഞാൻ പറഞ്ഞു തരുന്നത്. പദങ്ങളുടെ ഇടയ്ക്ക് അക്ഷരങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിനെ വായിക്കാൻ ശ്രമിക്കും. അത് ഇല്ലാത്തപ്പോൾ നമ്മൾ അതിലേക്ക് അതിൻ്റെ അകാര ഇകാര ഉകാര ചിഹ്നങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. അടുത്തത് വായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നത്. പദങ്ങളുടെ ഇടയ്ക്ക് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നും അതിന് ഉച്ചാരണമില്ലെന്നും ഒക്കെ പ്രത്യേകം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കണ്ടോ, അലിഫ് ഇ ലാല് ല ല ഈ ല, പിന്നെ 2 അലിഫുണ്ട്. ഈ 2 അലിഫിനും ഈ ലാമിനും ഉച്ചാരണമില്ല. അങ്ങനെ 3 അക്ഷരങ്ങൾക്കാണ് ഇവിടെ ഉച്ചാരണമില്ലാത്തത്. ഈ അലിഫിനെ ആ ഇ ഉ ഇ എന്നൊന്നും പറയത്തില്ല. ഈ രണ്ടാമത്തെ അലിഫിനെയും ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല. അടുത്ത ലാമ് ലാലീലു എന്നൊന്നും പറയത്തില്ല. ഈ ല ഇത ഇത, പിന്നെ അത് കഴിഞ്ഞാൽ റാഇനെയാണ് പറയുന്നത്. റോ ഇതറു ഇത ഇത ഇത, വെറും ഇതാന്ന് വായിക്കരുത്. ഇതാന്നല്ല, ഇതാന്ന് വായിക്കരുത്. ഇത 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 ഇത. പിന്നെ അത് ഈ 3 അക്ഷരങ്ങൾക്കും ഉച്ചാരണമില്ലാതെ 4ാമത്തെ ഈ അക്ഷരത്തെ തന്നെ വായിക്കുന്നത്. ഇത റു ഇത റു ഇത റു ഇത റു. അലിഫുണ്ട്, 2 അലിഫുണ്ട്. ഈ 2 അലിഫിനെയും വായിക്കത്തില്ല. ലാമുണ്ട്, ഈ ലാമിനെയും ഉച്ചരിക്കത്തില്ല, വായിക്കത്തില്ല, മൊഴിയത്തില്ല. ഇതറു സുലു ഇതറു സുലു ഇതറു സുലു ഇതറു സുലു ഇതറു സുലു ഇതറു സുലു. ഇപ്പം സംശയന്മാർ കാണുമല്ലോ. അടുത്തത് ഈ ലാമ് ഈല അണ്ട യാ ഉണ്ട്. ഈ യാന് ഉച്ചാരണമില്ല. യാഇനെ യാ ഈ ഒന്നും വായിക്കത്തില്ല, പദത്തിൻ്റെ ഇടയ്ക്ക് വന്നായതുകൊണ്ട്. ഈ അലിഫുണ്ട്, അലിഫിന് ആ ഇ ഉ എന്നൊന്നും വായിക്കത്തില്ല. ലാമുണ്ട്, ലാമിനെ ലാലീലു എന്നൊന്നും വായിക്കത്തില്ല. ഈ ല റു ഉണ്ട. പിന്നെ ഇതാ വായിക്കുന്നത്. ഈ ല, പിന്നെ ഇതാ വായിക്കുന്നത്. ഇല റു ഇലറു 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 ഇലറു. ഷ് ശാശി ശൂഷ് ഷ് ഷ് ശാശി ശൂഷ് ഷ്. റുഷ് ദി ഇലറുഷ് ദി ഇലറുഷ് ദി ഇലറുഷ് ദി ഇലറുഷ് ദി. ഉണ്ടോ? യാ ഉണ്ട്, ഈ ല യാ ഉണ്ട്. യാഇനെ യാ ഈ യു എന്ന് പറയത്തില്ല. അലിഫുണ്ട്, അലിഫിനെ ആ ഇ ഉ എന്ന് പറയത്തില്ല. ലാമുണ്ട്, ലാമിനെ ലാലീലു എന്ന് പറയത്തില്ല. അന്നേരം ഈ പദത്തിൻ്റെ ഇടയ്ക്ക് വന്ന 3 അക്ഷരങ്ങൾക്ക് ഉച്ചാരണമില്ല. ഇങ്ങനെ ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഈ അക്ഷരങ്ങളുടെ അകാര വികാര ഉകാര ചിഹ്നങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയും അത് അടുത്തത് വായിക്കാൻ പറ്റാതെ വരികയും ചെയ്യും. ആ സംശയ നിവാരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റണം. അതുകൊണ്ട് സ്ലോ ചെയ്ത് ഞാൻ ഒരുപാട് ആവർത്തിക്കുക. ചില ആളുകൾ ഈ കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്, 2-3 പ്രാവശ്യമൊക്കെ പറഞ്ഞാൽ പോലെ 2 പ്രാവശ്യം പിന്നെ എന്തിനാ ഒത്തിരി പ്രാവശ്യം പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ. തീരെ അറിയാൻ വയ്യാത്തവരെയും കൂടെ ഞാൻ പരിഗണിക്കണമല്ലോ. പഠിപ്പിക്കുന്ന ആൾ അറിയാവുന്നവരല്ലല്ലോ പഠിപ്പിക്കേണ്ടത്. തീരെ അറിയാൻ വയ്യാത്തവർ താഴ്ഘടകത്തിലുള്ളവരുണ്ട്. അവരെയും കൂടെ പരിഗണിച്ചാണ് ഇത്രയും ആവർത്തിക്കുന്നത്. അല്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബുദ്ധിമാന് സൂചന മതി. വായിച്ച് വിടാം. ഇനിയിപ്പോൾ വായിക്കാതെ സ്പീഡിലാട്ടെ. പക്ഷേ ഇതിനകത്തിൽ ഇങ്ങനെയുള്ള നൂലാമാലകൾ വരുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് പ്രത്യേക ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കണം. പഠിപ്പിക്കുന്ന ആളിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതുപോലുള്ള ഇടയ്ക്ക് പദങ്ങളുടെ ഇടയ്ക്ക് വന്നേക്കുന്ന അക്ഷരങ്ങൾ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇതിൻ്റെ അകാര വികാര ഉകാര ചിഹ്നങ്ങൾ എവിടെയാണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അന്നേരം എനിക്ക് അതൊന്നും കാണാത്തപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. അത് പഠിപ്പിക്കുന്നവരുടെ ഒരു ഉത്തരവാദിത്വം അത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
ഇത്രയും ആവർത്തനത്തിൻ്റെ ആവശ്യമില്ലെന്നും എനിക്കറിയാം. തീരെ മനസ്സിലാകാത്ത ഒരു വിഭാഗം ആളുകളുണ്ടാവും. അവരെ കൂടെ പരിഗണിച്ചാണ്, അവരെയും കൂടെ ഒന്ന് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇത്ര ആവർത്തിക്കാൻ. അപ്പം അന്നേരം ഈ ല, ഇവിടെ യാ ഉണ്ട്, അലിഫുണ്ട്, ലാമുണ്ട്. യാ ഉണ്ട്, അലിഫുണ്ട്, ലാമുണ്ട്. ഇത് മൂന്നിന് ഉച്ചാരണമില്ല. ഈ ല റു, ഇലറു, ഇലറുഷ്ദി, ഇലറുഷ്ദി, ഇദറുസുലു, ഈ ഇത. ഇവിടെ 2 അലിഫും ലാമുണ്ട്. ഇത് 3 അക്ഷരങ്ങൾക്ക് ഉച്ചാരണമില്ല. ഇദറുസുലു, 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 ഇലറുഷ്ദി, ഇലറുഷ്ദി, ഇത, ഇത ഉണ്ടോ, ഇത. പിന്നെ 2 അലിഫുണ്ട്, ലാമുണ്ട്. ഇതിനൊന്നും ഉച്ചാരണമില്ല, മൊഴിയത്തില്ല, വായിക്കത്തില്ല. ഇത സ, ഇത സ, ഇത സ, ഇത സ, ഇത സ, ഇത സ ഉണ്ടോ. 4 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീനിനെയാണ് വായിക്കുന്നത്. ഇത സ മാ ഉ, ഇത സമാ ഉ, ഇത സമാ ഉ. അടുത്തത് കസമനി ഉണ്ടോ. കാഫ്, ഇത് കാഫാണ്. കാ, കാ, കാ നീട്ടാനല്ല, ഇത് നീട്ടത്തില്ല, ഇവിടെ നീട്ടി വായിക്കാനല്ല. ഇവിടെ രണ്ടാമത് ആയിട്ട് ലാമുണ്ട്. ഈ ലാമിനെയും ലാലീലു എന്ന് വായിക്കത്തില്ല. കസ ഉണ്ടോ, കസ, കസ. അലിഫുണ്ട്, ലാമുണ്ട്. 2നെയും ഉച്ചരിക്കത്തില്ല. ഈ അലിഫിനെ ആ ഈ ഉ എന്ന് വായിക്കത്തില്ല, ലാമിനെ ലാലീലു എന്ന് വായിക്കത്തില്ല. കസ മ നീ, കസമനി, 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 കസ, കസമനി. ഇദർ റുസുലു, ഇദർ റുസുലു, ഇലർ റുഷ്ദി, ഇലർ റുഷ്ദി, ഇദ സമാഉ. കസമനി, കസമനി. കാ കാ അങ്ങനെ വായിക്കരുത്. ഇത് അലിഫിനെ കണ്ടുകൊണ്ട് നീട്ടാനല്ല, അലിഫിനെ എഴുതിയിട്ടുണ്ട്. കാഫ് കാ കാ അങ്ങനെ നീട്ടിയിട്ടുണ്ട്, നീട്ടി വായിക്കരുത്. കസമനി. അടുത്തത് മീന, മീന ഉണ്ടോ, മീന. മിനന്നൗമി എന്നാണ് എഴുതിയേക്കുന്നത്. മിനന്നൗമി. ഈ നൂനിന് ശേഷം അലിഫുണ്ട്. അലിഫിനെ ആ ഈ ഉ എന്ന് വായിക്കത്തില്ല, ലാമിനെ ലാലീലു എന്ന് വായിക്കത്തില്ല. മിനന്നൗമി, മിനന്നൗമി. മി ന, മി ന ന, മി ന ന, മിനന്ന, മിനന്നൗമി. അടുത്തത് ആ ല. ഇത് അലത്തംതി എന്ന് എഴുതിയേക്കുന്നത്. അലത്തംതി കണ്ടോ. അയിന് ആ, ലാമ് ല. യാഇനെ എഴുതിയപ്പോൾ ഉണ്ട്, യാഇന് ഉച്ചാരണമില്ല എന്ന് പറയാൻ. യാഇനെ യാ ഈ യു എന്ന് വായിക്കത്തില്ല. യാഇനെ അലിഫിന് ശേഷം അലിഫിനെ എഴുതിയപ്പോൾ ഉണ്ട്, ആ ഈ ഉ എന്ന് അലിഫിനെ വായിക്കത്തില്ല. ലാമിനെ എഴുതിയപ്പോൾ ഉണ്ട്, ലാമിനെ ലാ ലീലു എന്ന് വായിക്കത്തില്ല. ആ ല ത ഉണ്ടോ, ത ത ത ഷദ് ത. ആ ല ത, ആ ല ത, ആ ല ത. ഇവിടെ 3 അക്ഷരങ്ങളാണ് ഉള്ളത്. ഈ 3 അക്ഷരങ്ങൾക്കും ഉച്ചാരണമില്ല. ഇങ്ങനെ വായിച്ചോണം, വായിച്ച് ശീലിക്കണം. അലത്ത, അലത്തംതി, അലത്തംതി, അലത്തംതി. അടുത്തത് ഇലന്നൗമി എന്ന് എഴുതിയേക്കുന്ന കണ്ട. ഇലന്നൗമി. അലിഫ് ഈ ല. യാ ഉണ്ട്. യാഇനെ യാ ഈ യു എന്ന് വായിക്കത്തില്ല. ഈ യാഇനെ യാ ഈ യു എന്ന് വായിക്കത്തില്ല. അലിഫുണ്ട്. അലിഫിനെ ആ ഈ ഉ എന്ന് വായിക്കത്തില്ല.
ലാമ്, ലാ ലി, ലാമിനെ ലാ ലീലു എന്ന് വായിക്കത്തില്ല. അപ്പോൾ ഇതിലെ 3 അക്ഷരങ്ങളാണ് ഈ പദത്തിൻ്റെ ഇടയ്ക്ക് നീക്കുന്നത്, എഴുതിയേക്കുന്നത്. ഈ 3 അക്ഷരങ്ങൾക്കും ഉച്ചാരണമില്ല. ഈ ല, ഈ ല. പിന്നെ അത് കഴിഞ്ഞാൽ ഈ നൂനിനെ വായിക്കേണ്ടത് ഈ ല ന, ഈ ല ന, ഈ ല ന. ഇലന്നൗ, ഇലന്നൗമി, ഇലന്നൗമി. അടുത്തത് മിനരിസ്ഖി എന്ന് എഴുതിയേക്കുന്നത്, മിനരിസ്ഖി. മീമ് മീ നൂന് ന, മീന, മീന. അടുത്തത് അലിഫുണ്ട്, അലിഫിനെ ആ ഇ ഉ എന്ന് വായിക്കത്തില്ല. ലാമിനെ ലാലീലു എന്ന് വായിക്കത്തില്ല. കണ്ടോ, 2 അക്ഷരങ്ങൾ ഈ പദത്തിൻ്റെ ഇടയ്ക്ക് വന്നേക്കുന്ന 2 അക്ഷരങ്ങൾക്ക് ഉച്ചാരണമില്ല. മീ ന റാ റീ, റീ എന്നാ എഴുതിയേക്കുന്നെങ്കിലും റാഇന് കസർ വരുമ്പോൾ, ഇകാര ചിഹ്നം വരുമ്പം രീ എന്ന് വായിക്കണം. കണ്ട, ശബ്ദം കൊടുക്കുമ്പോൾ രി, രി, രി. കണ്ട, നമ്മൾ മലയാളത്തിൽ രീ എന്ന് പറയുന്ന പോലെ രി, രി. മീ ന രി, മീ ന രി. മിനരിസ്, റാ സായ് സ, സി സ സി സു സി. മിനരിസ്ഖി, കൊയ് വാ നിറച്ച് ഫുൾ വോളിയം, ഫുൾ ശബ്ദം. മിനരിസ്ഖി, മിനരിസ്ഖി. മീന, മിനരി, മിനരി. മിനരിസ്ഖി, ഖാഫ് ഫുൾ വോളിയം, ഫുൾ ശബ്ദം. അടുത്തത് ഇത് മിനശ്ശജറത്തി എന്നാണ് എഴുതിയേക്കുന്നത്, മിനശ്ശജറത്തി. ഇനി ഞാൻ ഓരോന്ന് നിർത്തി പറഞ്ഞുതരാം. മീമ് മീ നൂന് ന, മീന, മീന. അലിഫുണ്ട്, ഈ അലിഫിനെ ആ ഇ ഉ എന്ന് വായിക്കത്തില്ല. ലാമുണ്ട്, ലാമിനെ ലാ ലീലു എന്ന് വായിക്കത്തില്ല. മീന ഷ, കണ്ടോ, മീന, മീന, മീന. അത് കഴിഞ്ഞിട്ട് ഈ 2 അക്ഷരങ്ങൾക്ക് ഉച്ചാരണമില്ല, വായിക്കത്തില്ല, മൊഴിയത്തില്ല. പിന്നെ ഷീനിനെയാണ് പറയേണ്ടത്. മിനശ, 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 മിനശ. മിനശ്ശജറത്തി, മിനശ്ശജറത്തി, മിനശ്ശജറത്തി. അടുത്തത് ഈ പദം ഇലസുജൂദി എന്നാണ് എഴുതിയേക്കുന്നത്, ഇലസുജൂദി, ഇലസുജൂദി. അലിഫ് ഇ, ആണോ, അലിഫിന് കസർ ഇ. ഇ, ഈ ലാമ് ല, ഇല, ഇല, ഇല. അത് കഴിഞ്ഞിട്ട് യാ ഉണ്ട്, അലിഫുണ്ട്, ലാമുണ്ട്. യാ ഉണ്ട്, അലിഫുണ്ട്, ലാമുണ്ട്. ഇത് 3നും 3 അക്ഷരങ്ങൾക്കും ഉച്ചാരണമില്ല, പറയത്തില്ല, മൊഴിയത്തില്ല. യാ ഇന യായിയു എന്ന് പറയത്തില്ല, യാ ഇന യായിയു എന്ന് പറയത്തില്ല. അലിഫിനെ ആ ഇ ഉ എന്ന് പറയത്തില്ല. ലാമിനെ ലാലീലു എന്ന് പറയത്തില്ല. ഈ ല, ഈ ല, ഈ ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സീനിനെയാണ് പറയേണ്ടത്. സീനുള്ള സു, ശബ്ദ കൊടുത്തുമ്പോൾ സു, ഇലസു, ഇലസു, ഇലസുജൂ, ജുജു, ഇലസുജൂദി, ഇലസുജൂദി, ഇലസുജൂദി. ഈ എഴുതിയേക്കുന്നത് അല ത്വരീഖി എന്നാണ്, കണ്ടോ, അല ത്വരീഖി. ഇതിനി എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള അക്ഷരങ്ങൾ ഉച്ചാരണം ഇല്ലാത്തതെന്ന് പറഞ്ഞുതരാം. ഐന് അ, ലാമ് ല, അ ല. യാ ഉണ്ട്, യാ ഇന യാ ഈ യു എന്ന് പറയത്തില്ല. അലിഫുണ്ട്, അലിഫിനെ ആ ഇ ഉ എന്ന് പറയത്തില്ല. ലാമുണ്ട്, ലാമിനെ ലാ ലീലു എന്ന് പറയത്തില്ല. അല, അല ത്വ, അണ്ട, അല. ഇത് ത്വ ആണ്, ത്വ വാ ഫുൾ വോളിയം, വാ നിറച്ച് ഫുൾ ശബ്ദം കയറ്റി പറയണ്ട. ത്വ, ത്വ, ഷദ് ത്വ, അല ത്വ, അല ത്വ, അല ത്വ. അല താന്ന് പറയേ, താന്നല്ല പറയേണ്ടത്. അല ത്വ, അല ത്വരീ. കണ്ടോ, റാഇന് കസർ ഇകാര ചിഹ്നം വരുമ്പോൾ രീ എന്നുള്ളത്, മലയാളത്തിലെ രാ രീ എന്നുള്ള ഉച്ചാരണമാണ് വരേണ്ടത്. രി രീ, രി രീ. അല ത്വരീ,
കൊയ് വാ നിറച്ച് ശബ്ദം ഖാഫ് ഫുൾ വോളിയം അല ത്വരീഖി അല ത്വരീഖി അല ത്വരീഖി അല ത്വരീഖി ഒന്നുകൂടെ വായിക്കാം ഇദർ റുസുലു ഇദർ റുസുലു ഇലർ റുഷ്ദി ഇലർ റുഷ്ദി ഇദ സമാഉ ഇദ സമാഉ കസ്സമനി കസ്സമനി മിനൻ നൗമി മിനൻ നൗമി അലത്തംദി അലത്തംദി ഇലൻ നൗമി ഇലൻ നൗമി മിനർ റിസ്ഖി മിനർ റിസ്ഖി മിനശ്ശജറത്തി മിനശ്ശജറത്തി ഇലസ്സുജൂദി ഇലസ്സുജൂദി അലത്ത്വരീഖി അലത്ത്വരീഖി ഒരു പ്രാവശ്യം വായിക്കാം ഇദർ റുസുലു ഇദർ റുസുലു ഇലർ റുഷ്ദി ഇലർ റുഷ്ദി ഇദ സമാഉ ഇദ സമാഉ കസ്സമനി കസ്സമനി മിനൻ നൗമി മിനൻ നൗമി അലത്തംദി അലത്തംദി ഇലൻ നൗമി ഇലൻ നൗമി മിനർ റിസ്ഖി മിനർ റിസ്ഖി മിനശ്ശജറത്തി മിനശ്ശജറത്തി ഇലസ്സുജൂദി ഇലസ്സുജൂദി അലത്ത്വരീഖി അലത്ത്വരീഖി ഇദർ റുസുലു ഇദർ റുസുലു ഇലർ റുഷ്ദി ഇദ സമാഉ കസ്സമനി മിനൻ നൗമി അലത്തംദി ഇലൻ നൗമി മിനർ റിസ്ഖി മിനശ്ശജറത്തി ഇലസ്സുജൂദി അലത്ത്വരീഖി